ഇതാണ് ചേരമാൻ പറമ്പ്. കൊടുങ്ങല്ലൂരിൽ നിന്നും 3 കിലോമീറ്റർ അകലെ മേത്തല ഗ്രാമത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന കേരളത്തിൽ 9ഉം 12ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ മഹോദയപുരം കേന്ദ്രമാക്കി ചേര രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു. പഴയ മഹോദയപുരമാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ. ഇവിടെ 5 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂഭാഗം 1936 തന്നെ പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമാക്കിയിട്ടുണ്ട്. പിന്നീട് വിവിധ വർഷങ്ങളിൽ നടന്ന ഉത്ഖനനങ്ങളിൽ പ്രാചീന ചരിത്രവുമായി ബന്ധപ്പെട്ട വിവിധ വസ്തുക്കളും പാത്രങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഉത്ഖനനത്തിൽ കണ്ടെത്തിയ ശിവലിംഗങ്ങളാണ് ചേരമാൻ പറമ്പിലെ സ്തൂപത്തിനരികിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ചേര രാജാക്കന്മാരുടെ കൊട്ടാര അവശിഷ്ടങ്ങളെന്ന രീതിയിലുള്ള നിർമ്മിതികളും കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഏതായാലും ചരിത്ര കുതുകികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഇപ്പോൾ മുസിരിസ് പൈതൃക കേന്ദ്രം എന്ന രീതിയിലുള്ള വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആക്ടിവിറ്റി സെൻറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കാണുന്നതാണ് സ്തൂപവും ശിവലിംഗങ്ങളും. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ കോട്ടയാണ്. ഇവിടെ മുസിരിസ് പൈതൃക കേന്ദ്രത്തിൻ്റെ പേരിൽ നിർമ്മിച്ച ബോട്ട് ജെട്ടിയും ടിക്കറ്റ് കൗണ്ടറും കാണാം. ഇവിടെ സന്ദർശകർക്കായി നിരവധി പ്രോഗ്രാമുകൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരം പ്രോഗ്രാമുകളുടെ വിവരങ്ങൾ ഇവിടെ ബോർഡിൽ കാണാവുന്നതാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് എൻട്രി ഫീ 10 രൂപയാണ്. കൊടുങ്ങല്ലൂർ കോട്ട, സെൻറ് തോമസ് കോട്ട, കോട്ടപ്പുറം കോട്ട, ടിപ്പുവിൻ്റെ കോട്ട എന്നീ പേരുകളിൽ ഈ കോട്ട അറിയപ്പെടുന്നു. പെരിയാർ നദി കടലിനോട് ചേരുന്ന അഴിമുഖത്തിനടുത്തായി ഉയർന്ന കുന്നിൻ പ്രദേശമാണ് കോട്ട നിർമ്മിക്കുവാൻ 1523 പോർച്ചുഗീസുകാർ ഉപയോഗപ്പെടുത്തിയത്. കടൽ, കായൽ, നദികൾ കേന്ദ്രമാക്കിക്കൊണ്ട് അക്കാലത്ത് നടന്നിരുന്ന വാണിജ്യ വിപണനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് തന്ത്രപ്രധാനമായ ഈ ഭൂഭാഗം കോട്ട കെട്ടുവാൻ അവർ തിരഞ്ഞെടുത്തത്. കോഴിക്കോട്ടെത്തിയ പോർച്ചുഗീസുകാർക്ക് പരമ്പരാഗത അറബി കച്ചവടക്കാരെ വിശ്വാസത്തിലെടുത്തിരുന്ന സാമുദ്രിയുമായി ഏറെ ശ്രമിച്ചിട്ടും പുതിയ കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കാതെ വന്നപ്പോഴാണ് കൊച്ചി രാജാവുമായി അടുക്കുന്നത്. ഇതിലൂടെയാണ് കൊടുങ്ങല്ലൂരിലും പള്ളിപ്പുറത്തും ഓരോ കോട്ടകൾ പണിയാൻ അവർക്ക് കഴിഞ്ഞത്. 18 അടി വീതിയിൽ ചെങ്കല്ല് ഉപയോഗിച്ചുകൊണ്ടാണ്
കോട്ടയും കൊത്തളങ്ങളും ആയുധപ്പുരയും സ്ഥാപിച്ചത്. വാണിജ്യാവശ്യങ്ങൾക്കായി പോർച്ചുഗീസുകാർ പിന്നീട് ഇത് വികസിപ്പിക്കുകയും ചെയ്തു. 1663 ഡച്ചുകാർ ഈ കോട്ട പിടിച്ചടക്കുകയും ഡച്ചുകാരുടെ സൈനിക കേന്ദ്രമാക്കുകയും ചെയ്തു. പിന്നീട് ഡച്ചുകാരിൽ നിന്ന് ഈ കോട്ട തിരുവിതാംകൂർ ഭരണാധികാരികൾ വിലക്ക് വാങ്ങുകയുണ്ടായി. 1909 തിരുവിതാംകൂർ ഇതൊരു സംരക്ഷിത സ്മാരകമാക്കി പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. വർഷങ്ങളുടെ പഴക്കത്തിൽ കോട്ടയുടെ നിരവധി ഭാഗങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ സന്ദർശിക്കുന്നവർക്ക് കാണാൻ കഴിയൂ. കേടുവരാതിരിക്കാനാണ് ചില ഭാഗങ്ങൾ പ്രത്യേകമായി ഷീറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ അക്കാലത്തെ ചില നിർമ്മിതികൾ നമുക്ക് കാണാവുന്നതാണ്. ഉത്ഖനനത്തിലൂടെ കണ്ടെത്തിയ വിവിധ വസ്തുക്കളുടെ വിവരങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഡച്ചുകാരിൽ നിന്ന് തിരുവിതാംകൂർ വാങ്ങിയതിൻ്റെ അധികാര കൈമാറ്റം സൂചിപ്പിക്കുന്ന ഫലകമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ചുറ്റിലും നടപ്പാതകളും കൈവരികളും വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. കാറ്റേറ്റുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം.